കണ്ണൂർ പയ്യാമ്പലം തീരത്ത് കുളിക്കാനിറങ്ങിയ 3 ഫാർമസി വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചു. കർണാടക സ്വദേശികളാണ് മരിച്ച 3 പേരും. ഫിലിക്സ് വിവരങ്ങളുമായിട്ടുണ്ട്. ഫിലിക്സ്, വളരെ ദാരുണമായിട്ടുള്ളൊരു സംഭവമാണ്. 3 പേരുടെയും മൃതദേഹം കണ്ടെത്തിയോ? ഇന്ന് ഏതാണ്ട് 11 മണിയോട് കൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. 8 അംഗ സംഘമാണ്. കർണാടകയിൽ നിന്നും അവർ റിസോർട്ടിൽ താമസിക്കാൻ എത്തിയതാണ്. അങ്ങനെ പയ്യാമ്പലം തീരത്ത് കുളിക്കാൻ ഇറങ്ങുന്നു. 3 പേരാണ് തിരയിൽപ്പെട്ടത്. അതിൽ 2 പേരുടെ മൃതദേഹം ആദ്യം തന്നെ ലഭിച്ചു. അതിനുശേഷം ഒരാളെയാണ് കാണാതായത്. അയാളെയും ഏതാണ്ട് 1 മണിക്കൂറിനുള്ളിൽ തന്നെ മത്സ്യത്തൊഴിലാളികളും ലൈഫ് ഗാർഡും ചേർന്ന് നടത്തിയ തെരച്ചിൽ കണ്ടെത്തുകയുണ്ടായി. 3 പേരുടെ മൃതദേഹം ഇപ്പോൾ കണ്ണൂരിലെ ജില്ലാ ആശുപത്രിയിൽ മോർച്ചറിയിലാണ് സൂക്ഷിച്ചിട്ടുള്ളത്. കർണാടകത്തിൽ നിന്നും എത്തിയതാണ് ഈ 8 അംഗ സംഘം. ബിഫാം വിദ്യാർത്ഥികളാണ് എന്നതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പ്രദേശം അപകടം സ്ഥിരമായി നടക്കുന്നൊരു സ്ഥലമാണ്. അവിടെ സൈൻ ബോർഡോ ലൈഫ് ഗാർഡിൻ്റെ സാന്നിധ്യവുമില്ല. പ്രധാനമായും തീരത്തിൻ്റെ ആളുകൾ കുളിക്കുന്ന ഒരു ഭാഗത്ത് മാത്രമാണ് ഈ ലൈഫ് ഗാർഡിൻ്റെ സാന്നിധ്യമുള്ളത്. ശേഷിക്കുന്ന കിലോമീറ്ററുകളോളം നീളമുള്ള ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഇത്തരം സൂചനാ ബോർഡുകളൊന്നും തന്നെയില്ല. അങ്ങനെ കുട്ടികൾ അവിടെ കുളിക്കാൻ ഇറങ്ങി. അങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത്. ഏതായാലും ദാരുണമായ സംഭവം തന്നെയാണ്. കാരണം 3 പേരുടെ ജീവനാണ് പയ്യാമ്പലത്ത് നഷ്ടമായത്. നേരത്തെയും ഈ സമാനമായ സ്ഥലത്ത് കുളിക്കാൻ ഇറങ്ങുമ്പോൾ അപകടം സംഭവിക്കുകയും മരണം ഉണ്ടാകുകയും ഒക്കെ തന്നെ ചെയ്തതാണ്. പക്ഷേ അത്തരം മുന്നറിയിപ്പുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. കർണാടക സ്വദേശികളായതുകൊണ്ട് തന്നെ അവർക്കൊരു വ്യക്തത ഉണ്ടായിരുന്നില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അങ്ങനെയാണ് ഈ 8 അംഗ സംഘം അവിടെ കുളിക്കാനായി ഇറങ്ങുന്നത്. അങ്ങനെ 3 പേരാണ് തിരയിൽപ്പെട്ടത്. അതിൽ ഏറ്റവും ഒടുവിൽ മുഹമ്മദ് അഫ്രാസ് എന്ന വിദ്യാർത്ഥിയുടെ മൃതദേഹമാണ് ലഭിച്ചത്. ആദ്യം അഫ്നാൻ അഹമ്മദ്, ഒപ്പം റഹാനുദ്ദീൻ, ഈ 2 പേരുടെ മൃതദേഹം ഏറ്റവും ആദ്യം ലഭിക്കുകയും ചെയ്തു. ഇവരെ കണ്ടെത്തുന്ന സമയത്ത് തന്നെ മരണം സംഭവിക്കുകയും ചെയ്തിരുന്നു. കാരണം ഈ സംഭവം അറിഞ്ഞ് വളരെ പെട്ടെന്ന് ലൈഫ് ഗാർഡും കോസ്റ്റൽ പോലീസും സ്ഥലത്തെത്തി. ലൈഫ് ഗാർഡും കോസ്റ്റൽ പോലീസുമാണ് ആദ്യം രക്ഷാപ്രവർത്തനം നടത്തിയത്. അങ്ങനെ അവരവിടെ എത്തുമ്പോൾ 3 പേരെയും കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ 2 പേരെ ആദ്യം രക്ഷപ്പെടുത്തി. 3-ാമത്തെ ആളെ തിരികെ 2 പേരെ പുറത്തേക്ക് എത്തിച്ച് തിരികെ പോകുന്ന സമയത്ത് 3-ാമത്തെ ആളെ കണ്ടില്ല. പിന്നീട് മത്സ്യത്തൊഴിലാളികൾ എത്തി വല ഉപയോഗിച്ച് നടത്തിയ തെരച്ചിലാണ് 3-ാമത്തെ ആളുടെ മൃതദേഹവും ലഭിച്ചത്. ശരി, ഫിലിക്സ് ആണ് വിവരങ്ങൾ നൽകിയത്. അവിടെ നിന്നുള്ളൊരു പ്രതികരണം കൂടിയുണ്ട്, നമുക്ക് അതൊന്ന് കാണാം. അത് ഞങ്ങൾ ഒരു 11-12 മണിക്ക് സമയത്ത് നമുക്ക് അവിടെ 2 പിള്ളേർ ബൈക്കിൽ വന്ന് പറയുകയാണ് ചെയ്തത്. ഇങ്ങനെ കണ്ണൂർ ക്ലബിൻ്റെ മുന്നിലായിട്ട് 2 പേര് വെള്ളത്തിൽ പോയിട്ടുണ്ടെന്ന്. അപ്പോൾ ഞങ്ങൾ വേഗം, ഞാനും കോസ്റ്റൽ വാറും മാക്സിലും കൂടെ ബൈക്ക് എടുത്ത് വേഗം വന്നു. കോസ്റ്റൽ പോലീസുകാരനും ബൈക്ക് എടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ കുറച്ച് പേര് കൂടി വെക്കുന്നുണ്ട്. അപ്പോൾ ഒരാളെ പുറത്തിങ്ങനെ കാണാമായിരുന്നു. ഒരു നീല ക്യാപ്പ്, തലയിലിട്ടൊരു ക്യാപ്പ് ഇട്ട ആളെ കാണായിരുന്നു. ഞങ്ങൾ 2 വേഗം ഇറങ്ങി ഫസ്റ്റ് ആ ക്യാപ്പ് ഇട്ട ആളെ പിടിച്ചു. രണ്ടാമത് തൊട്ടടുത്ത് തന്നെ ഒരു നീല ബനിയനിട്ടൊരു പുള്ളിക്കാരൻ അടുത്തുണ്ടായിരുന്നു. ഞാൻ അവനെയും പിടിച്ചു കഴിഞ്ഞപ്പോൾ കുറച്ച് നമ്മുടെ ഒരു 10 മീറ്റർ അപ്പുറത്തായിട്ട് 3-ാമത്തെ ഒരാളും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ 2 പേരും കരയ്ക്ക് കൊണ്ടുവന്നിട്ട് തിരിച്ചു പോകുമ്പോഴത്തേക്കും ആ 3-ാമത്തെ ആളെ കാണുന്നില്ല. ഇവിടെ ലൈഫ് ഗാർഡിൻ്റെ സാന്നിധ്യം ഇല്ലാത്ത സ്ഥലമാണ് ഇത്. ഈ റിസോർട്ടുകളിലും എല്ലാം താമസിക്കുന്ന ഒരു ഭാഗത്ത് ബീച്ചിലേക്ക് വരത്തില്ല. അപ്പോൾ നമ്മൾ ഇവിടുന്ന് 1 കിലോമീറ്റർ അപ്പുറമാണ് ലൈഫ് ഗാർഡിൻ്റെ സാന്നിധ്യം ഉള്ളൂ. ഇങ്ങോട്ട് സാന്നിധ്യം കുറവാണ്. ഇതിപ്പോൾ കുറച്ച് ഇപ്പോഴായിട്ട് കൂടുതലായിട്ട് ആൾക്കാർ ഇങ്ങോട്ട് വരുന്നത്. പക്ഷേ അപകട മേഖലയാണ്. 3 പേരാണ് തിരയിൽപ്പെട്ട് മരിച്ചത്. കർണാടക സ്വദേശികളാണ്.